ഓക്കെ ഗേസ്, ഇവിടെ ഞാൻ എൻ്റെ ബുള്ളറ്റൊക്കെ എടുത്ത് കറങ്ങാൻ പോയി കയറുന്നു കേട്ടാ. ഈ ബുള്ളറ്റൊക്കെ ഓടിക്കുക എന്ന് പറഞ്ഞ ഒരു വേറെ ലെവൽ വൈബാ. ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. ഈ വണ്ടിക്ക് പിന്നെ അധികം മൈലേജ് ഒന്നുമില്ല കേട്ടാ. എൻ്റെ കയ്യിലാണെങ്കിൽ പെട്രോൾ അടിക്കാനായിട്ട് അധികം ക്യാഷും ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഏതായാലും വീട്ടിലേക്ക് വന്നേക്കാ. ഒരു മിനിറ്റ്, ഇതെന്തത്? ഇതെന്താ സംഭവം? ഇതാ മറ്റേ ഫോർച്യൂണർ അല്ലേ? ഈ ഫോർച്യൂണർ എങ്ങനെ ഇവിടേക്ക് വന്ന്? ഇത് പിന്നെ കണ്ടില്ലേ, ഇത് സാധാരണ ഫോർച്യൂണർ അല്ല, ഇതൊരു മോഡിഫൈഡ് ഫോർച്യൂണറാ. ഇതിൽ വലിയ ടയറൊക്കെ വെച്ചിട്ടുണ്ട്. എന്തുട്ടായാലും സംഭവം കുഴപ്പമില്ല കേട്ടാ, നൈസായിണ്ട്. ഈ വണ്ടി പക്ഷേ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. ഇതൊരു കേജിൻ്റെ അകത്ത് ഇട്ടേക്ക. ഈ കേജിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ? നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. ഈ കേജിന് നല്ല ഹൈറ്റ് ഉണ്ട്. ഇതപ്പോൾ എങ്ങനെ അൺലോക്ക് ചെയ്യുക? നമുക്ക് വല്ല ടാസ്ക് ചെയ്യേണ്ടി വരുമോ? എനിക്കതാ തോന്നണേ. നമുക്ക് മിക്കവാറും വല്ല ടാസ്ക് ചെയ്യേണ്ടി വരും, എന്നാലേ ഈ കേജ് അൺലോക്ക് ആവുള്ളൂ. ഒരു മിനിറ്റ്, എനിക്കിവിടെ ഒരു മെസ്സേജൊക്കെ വന്നേക്കാണ് കേട്ടാ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടാസ്ക് ടു അൺലോക്ക് ദിസ് കേജ്. ഓ, എനിക്ക് മനസ്സിലായി. ഈ പറയുന്ന ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്താലേ ആ കേജ് അൺലോക്ക് ആവുള്ളൂ. അതെന്താ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ടാസ്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതൊക്കെ സിമ്പിള്. ഈ വീഡിയോ ഇതിരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇവിടെ അങ്ങനെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി. പക്ഷേ രണ്ടാമത്തെ ടാസ്ക് ഇല്ലേ, അത് ഇച്ചിരി സീനാ. കിൽ എനി 3 ഡൈനോസേഴ്സ് ഇൻ ജുറാസിക് പാർക്ക്. നമുക്ക് ജുറാസിക് പാർക്കിൽ പോയിട്ട് 3 ഡൈനോസേഴ്സിനെ കൊല്ലണം. അതാണ് രണ്ടാമത്തെ ടാസ്ക്. ഈ ടാസ്ക് ഇപ്പോൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക? നമ്മൾ ആ ഡൈനോസറിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി. അന്നേരം നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഞാനാണെങ്കിൽ ഒരു ആർമർ പോലും ഇട്ടിട്ടില്ല. ആർമർ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, അപ്പോഴും അവർ നമ്മളെ കടിച്ച് തിന്നും. എന്തെങ്കിലും ആവട്ടെ, എന്താ സംഭവിക്കാൻ പോണേന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് പോയിട്ട് ആ 3 ഡൈനോസറിനെ തീർത്തളയാം, അല്ലാണ്ട് വരെ വഴിയില്ല. നിങ്ങൾ പിന്നെ കണ്ടല്ലോ, അത് സാധാരണ ഫോർച്യൂണർ അല്ല, അത് മോഡിഫൈഡ് ഫോർച്യൂണറാ. 4 വലിയ ടയറൊക്കെ വെച്ചേക്കണത്, ഒരു മോൺസ്റ്റർ ട്രക്ക് പോലെയാ. നമുക്ക് ആ കാറ് വേണം, ആ കാറ് കിട്ടിയേ പറ്റൂ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ ജുറാസിക് പാർക്കിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഇവിടെ എന്തായാലും ഇഷ്ടം പോലെ ഡൈനോസർ ഉണ്ടാവും. നമുക്ക് എല്ലാത്തിനും ഇങ്ങ് തീർത്തളയാം. എല്ലാത്തിനും വേണ്ട, ഒരു 3 എണ്ണം. ഇവിടെ പിന്നെ ചെറിയ ഡൈനോസർ ഉണ്ടാവും കേട്ടാ. ആ ചെറുതിനെ തീർത്താലും മതി, അപ്പോഴും കുഴപ്പമുണ്ടാവില്ല, ടാസ്ക് കംപ്ലീറ്റ് ആവും. ഇവിടെ ഇപ്പം നമുക്ക് പതുക്കെ മുന്നോട്ട് നീങ്ങാം. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഡൈനോസർ കാണാൻ പറ്റും. ഒരു മിനിറ്റ്, അവിടെ ഒരു ഡൈനോസർ ഉണ്ട് കേട്ടാ. അത് പക്ഷേ ഒരു ചെറിയ ഡൈനോസറാ. എന്നാലും കുഴപ്പമില്ല, അതിനങ്ങ് തീർത്തളയാം. ആ ഡൈനോസർ എന്നെ കടിക്കാൻ വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. അതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി കണ്ടിട്ടാ. അതവിടെ കിടന്നോട്ടെ, നമുക്കിനി ബാക്കി 2 എണ്ണത്തിനെ പോയിട്ട് തീർത്തളയാം. ഒരു മിനിറ്റ്, ഇതെന്തത്? കണ്ടിട്ട് ജിറാഫ് പോലെ ഉണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. നമുക്ക് പക്ഷേ ഇതിനെ കൊല്ലണ്ട. എന്താണോ, കണ്ടിട്ട് ഒരു പാവം പോലെ തോന്നുന്നുണ്ട്. അതിനങ്ങ് വെറുതെ വിട്ടേക്കാം. മറ്റേ ടീറക്സ് ഇല്ലേ, ടീറക്സ്, അതിനെ വെറുതെ വിടില്ല. എനിക്ക് ആ ടീറക്സിനെ തീരെ ഇഷ്ടമില്ല. ഒരു വട്ടേ ആ സാധനം എൻ്റെ വീട്ടിലേക്ക് കയറി വന്നുണ്ട്. ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റിയില്ല. ടീറക്സിനെ ഞാൻ വെറുതെ വിടില്ല. എവിടെ ഇത്? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ടീറക്സ് ഉണ്ട് കേട്ടാ. നമുക്ക് അതിനങ്ങ് തീർത്തളയാം. എടാ ടീറക്സേ, ഇങ്ങോട്ട് വാടാ. ഇന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ചാവട അങ്ങോട്ട്. ഓക്കെ, അതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിക്കാണ് കേട്ടാ. ദേ കിടക്കണോ അവിടെ. നമ്മളങ്ങനെ രണ്ടാമത്തെ ഡൈനോസറിനെയും കൊന്നേക്കാണ്. ഇനി ഒരെണ്ണത്തിനും കൂടി മാത്രം കൊന്നാൽ മതി, അന്നേരം നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആവും. A few moments later. ഓക്കെ ഗൈസ്, ഈ ഭാഗത്തും ഒരു ഡൈനോസർ നിൽക്കുന്നുണ്ട് കേട്ടാ.
നമുക്കപ്പോൾ ഇതിനും കൂടി അങ്ങ് തീർത്തളയാം. ലെറ്റ്സ് ഗോ. അതിൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനമായി. നമ്മളങ്ങനെ ടോട്ടല് 3 ഡൈനോസറിനെ കൊന്നു കളഞ്ഞേക്കാണ് കേട്ടാ. ആ ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നേരെ വീട്ടിലേക്ക് പോവാം. ആ ഫോർച്യൂണർ ഇപ്പോൾ അൺലോക്ക് ആയിണ്ടാവുമെന്ന് വിചാരിക്കണു. അല്ല, ഇതെന്തത്? കാലാവസ്ഥ പെട്ടെന്ന് മാറിയല്ലോ. ഇത്രയും നേരം നല്ല വെയിലായിരുന്നു, ഇപ്പം എന്താണാവോ ഒരു മഴക്കാരുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയേക്കാണ്. നമ്മുടെ ഫോർച്യൂണർ ഇല്ലേ, അത് അൺലോക്ക് ആയിട്ടാ. ഓക്കെ ഗൈസ്, നമ്മുടെ ഫോർച്യൂണർ അങ്ങനെ അൺലോക്ക് ആയിക്കാണ് കേട്ടാ. ഇതിൽ കയറാൻ തന്നെ ഇച്ചിരി പാടാ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഓടിച്ചു നോക്കാം. ഇതിപ്പോൾ ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ മുമ്പിൽ ഒരു ബുഗാട്ടി വരുന്നുണ്ട് കേട്ടാ. അതിൻ്റെ മേത്തി കൂടെ അങ്ങ് കയറ്റി, വലിയ സീനൊന്നുമില്ല. അപ്പുറത്തെ വേറെ ഒരു ബുഗാട്ടി ഉണ്ട്, സുഖമായിട്ട് നമുക്ക് കയറി പോവാം. അയ്യോ, തല കുത്തി മറയല്ലേ. ഇതെന്തത്? ഡിക്കി ഓപ്പൺ ആയില്ലോ. അതിപ്പോൾ സീനില്ല. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ബീച്ചിലേക്ക് പോവാം. അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് ഓഫ് റോഡൊക്കെ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തിയേക്കാണ്. ഇത് പിന്നെ കണ്ടില്ലേ, നമ്മുടെ വണ്ടി സുഖമായിട്ട് വെള്ളത്തിൽ പോവുണ്ട്. കാരണം ഈ വണ്ടിക്ക് വലിയ ടയറുണ്ട്, അതുകൊണ്ട് സുഖമായിട്ട് വെള്ളത്തിൽ പോവും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതും കരുതിയിട്ട് അധികം താഴോട്ടേക്ക് പോവണ്ട. എൻജിനിൽ വെള്ളം കയറിയാലേ പണിയാവും, ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല. എന്തുട്ടായാലും ഇത് നൈസ് വണ്ടിയാണ് കേട്ടാ, ഒരു രക്ഷയുമില്ല. ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഡിക്കി അടയണില്ല, എന്താണാവോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.